പുസ്തകമായി പ്രകാശിക്കുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 3-ാം വർഷവും മകന്റെ കാവ്യാഞ്ജലി. പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാള അധ്യാപകനും കവിയുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് പുസ്തക തർപ്പണത്തിലൂടെ അച്ഛന്റെ സ്മരണകളെ പ്രകാശിപ്പിച്ചത്. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 3-ാം വർഷവും മകന്റെ കാവ്യാഞ്ജലി. പഴമ്പലക്കോട് ഹൈസ്കൂളിലെ മലയാള അധ്യാപകനും കവിയുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് പുസ്തക തർപ്പണത്തിലൂടെ അച്ഛന്റെ സ്മരണകളെ പ്രകാശിപ്പിച്ചത്. 2022-ലാണ് സംഗീതിന്റെ പിതാവ് എൻ രവീന്ദ്രൻ അകാലത്തിൽ മരണപ്പെട്ടത്. 23-24 വർഷങ്ങളിൽ അച്ഛന്റെ ഓർമ്മദിനത്തിൽ കവിതാ സമാഹാരം സമർപ്പിച്ചാണ് ശ്രാദ്ധം നിർവഹിച്ചത്. എഴുത്തിനോടും വായനയോടും അടുപ്പമുണ്ടായിരുന്ന പിതാവിന്റെ ആത്മശാന്തിക്ക് അക്ഷരതർപ്പണമാണ് ഏറ്റവും ഉചിതമാവുക എന്നതാണ് സംഗീതിന്റെ പക്ഷം. ഇന്നലെ 3-ാം ശ്രാദ്ധ ദിനത്തിൽ മൗനജലം എന്ന കവിതാ സമാഹാരമാണ് അച്ഛന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ചത്. 40 കവിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ സംഗീതിന്റെ ഭാര്യ അഞ്ജു കവിതാ പഠനവും നിർവഹിച്ചിട്ടുണ്ട്. സംഗീതിന്റെ ഗുരുനാഥനും കവിയുമായ ഡോക്ടർ ഷാജി ഷൺമുഖമാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കോഴിക്കോട് സരോവരം ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ 10ാമത്തെ പുസ്തകമായ മൗനജലം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ഈ പുസ്തക പ്രകാശനം വീട്ടിൽ വെച്ചാണ് നടന്നത്. അച്ഛൻ്റെ 3ാമത്തെ ശ്രാദ്ധ ദിനമായ ഇന്ന് രാവിലെ 9 മണിക്ക് അച്ഛൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുസ്തകം സമർപ്പിച്ചാണ് മൗനജലം എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ പുസ്തകം 40 കവിതകളുടെ സമാഹാരമാണ്. കോഴിക്കോട് സരോവരം ബുക്സാണ് ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രിയ ഗുരുനാഥനായ ഡോക്ടർ ഷാജി ഷൺമുഖം സാർ, അദ്ദേഹമാണ് പുസ്തകത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിന് വിശദമായിട്ടുള്ള പഠനം തയ്യാറാക്കിയിരിക്കുന്നത് സഹധർമ്മിണിയായിട്ടുള്ള അഞ്ജു ആണ്. ചടങ്ങ് വ്യത്യസ്തമായി നടത്തണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. അച്ഛൻ്റെ ഓരോ ആണ്ടിലും ഓരോ പുസ്തകം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഈ വർഷവും ആ സമയത്ത് തന്നെ, ആ ശ്രാദ്ധ ദിനത്തിൽ തന്നെ പുസ്തകം തയ്യാറാക്കി തരുന്നതിന് വേണ്ടി കോഴിക്കോട് സരോവരം ബുക്സ് അക്ഷീണം പരിശ്രമിച്ചു. കൃത്യമായി തന്നെ ആ ദിവസത്തിന് മുന്നേ തന്നെ എനിക്ക് പുസ്തകം പുറത്തിറക്കാനും അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലത്തിൽ എന്ന കവിത ഞാനിവിടെ ഒന്ന് വായിക്കാം. ഉള്ളിലെന്നും ഗർഭകാലമല്ലേ, വാക്കുകൾ തിരിഞ്ഞു മറിയുന്ന വേദന, ഓർമ്മയുടെ നീരിളക്കം, കാണാത്ത സ്വപ്നങ്ങൾ കഴിക്കാൻ മനസ്സ് വായ പിളർത്തുന്നു, കുഞ്ഞു നിലവിളികൾ തൊട്ടിലാട്ടുന്നു താരാട്ടിനെ. ഉള്ളിലെന്നും ഗർഭകാലമല്ലേ, വാക്കുകൾ തിരിഞ്ഞു മറിയുന്ന വേദന, ഓർമ്മയുടെ നീരിളക്കം, കാണാത്ത സ്വപ്നങ്ങൾ കഴിക്കാൻ മനസ്സ് വായ പിളർത്തുന്നു, കുഞ്ഞു നിലവിളികൾ തൊട്ടിലാട്ടുന്നു താരാട്ടിന്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.